ഹലോ ഫ്രണ്ട്, ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം എൻ്റെ വീട്ടിലെ ചെടികൾ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ചെടികൾ കാണാം. അത്യാവശ്യം ചെടികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ കാണിച്ചു തരുന്നത് ഒരു കയ്പച്ചെടിയാണ്. അതിന്റെ പൂ കണ്ടത് കാട്ടു കയ്പയാണ് കേട്ടോ. അതങ്ങനെ ചെടി എന്ന് പറയുന്നത് എന്നാലും കാണിച്ചെന്ന് മാത്രം. ഇത് ചെമ്പരത്തി, ഒരു ചുവന്ന കളറുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ ചെടികളൊക്കെ, ചെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെടിയാണത്. ഇത് എൻ്റെ ഇന്നൂട്ടനാണ് കേട്ടോ. പൂവെല്ലാം എൻ്റെ ഇന്നൂട്ടനാണ്. അവന് ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. അപ്പൊ അവന് ഏകദേശം 2 വയസ്സായി. 2 വയസ്സായി കഴിഞ്ഞു. ആള് ഭയങ്കര കുസൃതിയാണ്. കുരുത്തക്കേടാണ് അവൻ. നമുക്ക് നമ്മുടെ ചെടികളിലേക്ക് തന്നെ പോവാം. ഇത് കണ്ട മല്ലികയാണ്. മല്ലിക ഓറഞ്ച് കൊണ്ട് മഞ്ഞയുണ്ട്. ഇത് ഓണത്തിന് അത്യാവശ്യം ഉണ്ടാവൂല, ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ഞാൻ ആകെ 5 പൂ മാത്രം കൊണ്ടുവന്നിട്ടാണ് ഇത് ഉണക്കി നട്ടിട്ടുണ്ടായതാണ് ഇത്രയും പൂക്കള്. ഇനിയിപ്പോ കാണിക്കാൻ പോകുന്നത് 10 മണി ചെടിയാണ്. 10 മണി ചെടി എല്ലാം ഒന്നും വിടർന്നിട്ടില്ല, ഒരു വെള്ള കളറിൽ മാത്രമേ വിടർന്നിട്ടുള്ളൂ. അവിടെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഉണ്ട്. അവിടെ ഒരു 5-6 കളക്ഷൻ ഉണ്ട്. ഇതിന്റെ പേരൊക്കെ എനിക്ക് അങ്ങനെ അറിയില്ല. നല്ല ഭംഗിയാണ്. കളർ വയലറ്റ് പോലത്തെ കളറാണ്. പിന്നെ കുറെ എന്താ പറയുക, പൂക്കളില്ലാത്ത ചെടികളുണ്ട്, പൂവില്ലാതെ കളർ ചെടികൾ. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ഇലകളുള്ളതുണ്ട്, കളേഴ്സ് ഉള്ളതുണ്ട്. അതാണ് ഇങ്ങനെ കാണുന്നത്. ബാക്കി ഒട്ടുമിക്കതും ചെടിച്ചട്ടിയിലാക്കിയിട്ടുള്ളത് ഫ്ലവേഴ്സ് ഇല്ലാത്തതാണ്. ഇത് കേട്ടോ, ഇതിന് ഫ്ലവർ ഉണ്ട്, റെഡ് കളർ ഉണ്ട്. ഇത് ഞാൻ പൊതുവെ വെൽവെറ്റ് ചെടി എന്നാണ് ഞാൻ പറയാറ്. നിങ്ങളുടെ നാട്ടിലെന്താണെന്ന് അറിയില്ല, അറിയുന്ന ആൾക്കാർ പറയട്ടോ. മഞ്ഞയുണ്ട്, ഓറഞ്ച്, റോസ്, ഈ 3 കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിട്ടത്. നമുക്ക് അത്ര 3 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് ഈ ചെടിയാണ്. ഈ ചെടി രാവിലെ കാണും. രാവിലെ നല്ല സൂര്യ വെളിച്ചത്ത് കാണും, ഭയങ്കര ഭംഗിയാണ് അതിന്. ഇത് ഇവിടെ ഒരു നീല കളർ ചെടി പൂവുണ്ടായിരുന്നു, ജമന്തി മോഡല്. ഇത് കാക്കപ്പൂ എന്ന് പറയും നമ്മള്. അങ്ങനെ എനിക്ക് അറിയാത്ത പേരുകൾ അറിയാത്ത വരെ ചെടികളുണ്ട് ഇഷ്ടം പോലെ. എന്തറിയാലോ, ചിക്കി ഇതൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. ഇത് കടലാസ് ചെടി, അത് ഒട്ടുമിക്ക വീടുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോ അധികം നഴ്സറിന്നൊക്കെ വാങ്ങുന്നതാണ്. ഇതങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ ചെടി കനകാമ്പരം എന്ന് പറയും. നല്ല ചെടിയാണ് അത്. നമ്മള് തമിഴ് ഉള്ള ആൾക്കാരൊക്കെ, തമിഴരൊക്കെ തലയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. വിവിധ തരം ചെടികളുണ്ട്. പിന്നെ ഞങ്ങൾ നട്ടതിന്റെ ബാക്കി മല്ലിക വീടിന്റെ ഫ്രണ്ടിലോട്ടേക്ക് അങ്ങോട്ടേക്കും വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ കൂടി, വേനൽക്കാലം ആയിരുന്നെങ്കിൽ കൂടി വെള്ളം നനച്ച് വൃത്തിക്ക് നോക്കുന്നുണ്ട്. എൻ്റെ അമ്മയാണ് നോക്കുന്നത്. ഈ ചെടിച്ചട്ടികൾ നോക്ക്, ഇത് നല്ല ഭംഗിയിലാണ്. അത് ഞാൻ പെയിന്റ് അടിച്ചതാണ്. അത് സിമെന്റിന്റെ ചട്ടിയാണ്. അതിന് അങ്ങനെ ഒരു കളർ അടിച്ചതാണ്. മൺചട്ടിയുടെ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കളേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് അതിൻ്റെത്. കുറെ ചെടികള് പൂക്കൾ അധികം ഇല്ലാത്തതുണ്ട്. ഇത് ഓർക്കിഡാണ്, അറിയാലോ, വൈറ്റ് കളറാണ്. അതായത് അങ്ങനെ ഒരു വേറൊരു ചെടിയുണ്ട്. ഇനിയെന്ന് വെച്ചാല് കടലാസ് ചെടിയുടെ മോഡല് വേറൊരു ചെടിയാണ്. അത് നല്ല വേഗം പന്തലിക്കും. നല്ലൊരു ഓറഞ്ച്. ഇപ്പൊ ഇങ്ങനെ കളറ് മങ്ങിയിട്ടുണ്ട്. കാലങ്ങളോളം കഴിച്ചു, 2-3 മാസത്തിന് മേലെ അത് അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കളറൊക്കെ മങ്ങിപ്പോയി. ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ചെടികൾ കാണാം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പൂക്കൾ അധികം ഇല്ലാത്ത ചെടികളാണുള്ളത്. ഇത് നമ്മൾ ജനുവരി പൂവ് എന്ന് പറയും. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഇത് നല്ല ഭംഗിയിലാണ്, ഭയങ്കര മണമാണത്. അതെന്താ പറയണ്ടേ, പ്ലാസ്റ്റിക് പോലെ തോന്നും, 2-3 ഒന്നിച്ച് വെച്ചിട്ടാണ്. ഇത് അങ്ങനെ റോസ് കളറായിരുന്നു. ആ പൂവിന്റെ ഇത് കഴിഞ്ഞു, അതിന്റെ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി, അത് കഴിഞ്ഞ് ഉതിർന്ന് വീഴാറായി. കോസ്മോസ് എന്നുള്ള മഞ്ഞ ചെടികളാണ് അതിലുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം
വെയിലായത് കൊണ്ട് പോയി. ഇത് ചെടീന്റെ പേര് എനിക്കറിയില്ല കേട്ടോ, കാണിച്ചു തരാന്ന് ചോദിച്ചു എന്തായാലും നിങ്ങൾക്കൊക്കെ. ഈ പനീറിന്റെ പൂവുണ്ടായ ഭാഗം കുറച്ച് തണ്ട് താത്തിയിട്ട് മുറിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ചെറുചട്ടിയിൽ അങ്ങനെ കുഴിച്ചാൽ അയിമലും പൂവുണ്ടാവുന്നുണ്ട്. അതാണ് നമ്മൾക്ക് മനസ്സിലായത്. വേറെ കുഴിച്ചിട്ടപ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു തരം പോപ്പിയാണ്. ഇതിങ്ങനെ പന്നീര് കണ്ടോ, കൊല കൊലയായിട്ടുള്ളത്, നല്ല ഭംഗിയിലാണ്, റോസ് കളറാണത്. പിന്നെ കുറെ പൂക്കൾ ഉണ്ടാവാത്ത കടലാസ് ചെടികളുണ്ട്. പൂക്കൾ ഉണ്ടാകാതെ എനിക്ക് വളം കൊടുക്കാനിട്ടാണ്, വളമൊന്നും കൊടുത്തിട്ടില്ല ഇപ്രാവശ്യം. ചാണക വളം ഇട്ടിനകത്ത് മാത്രം. കോസ്മസ് ഉണ്ട്, ഒരു റോസ് കളറുള്ളത്, അത് കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടു. ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ചെടികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പോപ്പി ചെടിയാണ് ഈ ഏരിയ മൊത്തം. എന്താ പറയാ, പല കളറുകളുണ്ട്. റോസ്, ലൈറ്റ് റോസ്, അങ്ങനെ വെള്ള, ചുവപ്പ്, അങ്ങനെ പല കളറാണ്. അതിൻ്റെ ഇടക്ക് പിന്നെയും മല്ലിക കാണാം. അങ്ങനെ നമ്മളെ വീട്ടിലെ പൂവിന്റെ ഏകദേശം ആയി. നിങ്ങൾ കണ്ടു വന്നു. ഈ സൈഡിലായി 3 തൈകളുണ്ട്. അത് ഞാനൊരു സ്കൂളിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ പറമ്പത്ത് കിട്ടിയതാണ്. പറമ്പ് തന്നെ പോകുന്ന വഴിക്കുള്ള ഒരു പറമ്പിൽ അങ്ങനെ കണ്ടപ്പോൾ ഒരു തൈ എടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ടാണ്. ആ 3 തൈയായി. വീട്ടിൽ നമ്മൾ ചീര കൃഷി നടത്തുന്നുണ്ട്. കൃഷി നടത്തുന്നതല്ല, നമ്മൾ അത്യാവശ്യത്തിന് വീട്ടുകാര്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ 20 രൂപയ്ക്ക് വാങ്ങിയ പാക്കറ്റ് ഉണ്ടായതാണ്. പാക്കറ്റ് വാങ്ങിയിട്ട് ഇത് ഇങ്ങനെ പറമ്പത്തിട്ടപ്പോൾ ഉണ്ടായതാണ്. സൂര്യ വെളിച്ചം മൊത്തമായിട്ടും ഉണ്ടാകുന്ന ഒരു ഗ്ലാമർ കാണിച്ചു. എന്റെ പട്ടി ഷോ ആണത്. അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നന്ദി. താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാട്ടോ.